ഇപ്പോൾ ഒന്നൊരു പ്രധാനപ്പെട്ട വാർത്ത. മുഖ്യമന്ത്രിയെ വിമർശിച്ച KSUവിനെതിരെ കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് രംഗത്ത്. KSU നേതാക്കളുടെ നിലപാട് അരോചകമെന്നാണ് നിജേഷ് അരവിന്ദ് പറയുന്നത്. വാർത്തകളിൽ ഇടം പിടിക്കാനുള്ള ശ്രമമാണ് KSU നേതാക്കൾ നടത്തുന്നതെന്നാണ് ഇപ്പോൾ നിജേഷ് അരവിന്ദ് പറയുന്നത്. വിവരങ്ങളുമായി മേഘ മാധവനുണ്ട്. മേഘ, ഈ KSU നേതാക്കളൊക്കെ നടത്തുന്നത് അരോചകമാണ്, അവരുടെ വാക്കുകളും പ്രവർത്തികളും എന്നാണോ ഇപ്പോൾ നിജേഷ് അരവിന്ദ് പരസ്യമായി തുറന്നടിക്കുന്നത്? മനു, വലിയ വിമർശനം തന്നെയാണ് KSUവിനെതിരെ കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് KSUവിൽ ഉൾപ്പെടെ ഉണ്ടാകുന്നത്. അത് വലിയ നാണക്കേടുണ്ടാക്കിയെന്ന തരത്തിൽ കൂടി ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പരാതി, KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തന്നെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ച് DCC ജനറൽ സെക്രട്ടറി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. KSU നേതാക്കളുടെ നിലപാട് അരോചകം എന്നതാണ് നിജേഷ് അരവിന്ദ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. കുത്തിത്തിരിപ്പുകളുടെ അംബാസിഡർമാരായി മാറുന്നു. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കുറ്റം അന്വേഷിക്കുന്നവർക്ക് പിന്തുണ നൽകി വിമത സ്വരം ഉയർത്തുകയാണ് എന്ന ഗുരുതരമായ പരാമർശം കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ശേഷാദ്രിനാഥന്മാരുടെ നിയമന വിവാദം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറി എന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അതായത് കോഴിക്കോടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് PM നിയാസ്, കോൺഗ്രസ് നേതാവും DCC ജനറൽ സെക്രട്ടറിയുമായ PM നിയാസ് ആണ് ഈ ശേഷാദ്രിനാഥിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയത്. സംഘപരിവാർ ബന്ധമുള്ള ആളുകൾക്ക് ഇടം നൽകുന്നു, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന തരത്തിലേക്ക് ആ പോസ്റ്റിലേക്ക് ഉൾപ്പെടെ നിയമിക്കുന്നു എന്ന വിമർശനമാണ് PM നിയാസ് ഉന്നയിച്ചത്. ഇപ്പോൾ KSUവിന്റെ വിമർശനം വന്നിരിക്കുന്നത് എവിടെയാണ്? KSUവിന്റെ വിമർശനം വന്നിരിക്കുന്നത് ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനത്തേക്ക് സംഘപരിവാർ നേതാവിനെ DS ശരത്തിനെ, ABVP പ്രവർത്തകനായിരുന്ന RSSന്റെ ഒക്കെ കേസുകൾ വാദിച്ചുകൊണ്ടിരുന്ന സംഘപരിവാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ നിയമിച്ചതിന്റെ പേരിലാണല്ലോ ഇപ്പോൾ ഈ KSU വിമർശനം ഉന്നയിച്ചത്. അയാളുടെ ഈ DS ശരത്തിന്റെ രാഷ്ട്രീയം പരസ്യമായി വ്യക്തമാണ് താനും. എന്നിട്ടും അതെങ്ങനെയാണ് അതിനെതിരായ വിമർശനം കോൺഗ്രസ് നേതാവിന് അരോചകമായി മാറുന്നത്? മേഘ, അത് തന്നെയാണ്. അതായത് ഈ കഴിഞ്ഞ കാലയളവിൽ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിനു പിന്നാലെ വലിയ തരത്തിൽ സംഘപരിവാറിന് അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്ന ആരോപണം കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കുമ്പോഴാണ് KSU അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. അതാണ് അരോചകമാണ് എന്ന് നിജേഷ് അരവിന്ദ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ മുഖ്യമന്ത്രിക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണ നൽകുന്നു. പരസ്യമായാണ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ മുഖ്യമന്ത്രി തള്ളി പറയുന്നത്. അതായത് വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ UDFന് വിജയം സമ്മാനിക്കാൻ KSU വലിയ തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് കോൺഗ്രസ് നേതാക്കൾ പോലും പല തരത്തിലായി പ്രതികരണം നടത്തിയിരുന്ന സമയമുണ്ടായിരുന്നു. അതുൾപ്പെടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് ഒരു പത്രസമ്മേളനത്തിൽ വലിയ തരത്തിൽ KSUവിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ കൂടിയുള്ള ഒരു പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിൽ വലിയ പിന്തുണ നൽകുകയാണ് നിജേഷ് അരവിന്ദ് എന്നതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തമാക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ശേഷാദ്രിനാഥിന്റെ നിയമനം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറി എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുമ്പോൾ ആ വിമർശനം ഉന്നയിക്കുന്നത് കോഴിക്കോട് തന്നെയുള്ള കോൺഗ്രസിന്റെ മറ്റൊരു DCC ജനറൽ സെക്രട്ടറിയായ PM നിയാസ് ആണ്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ആ നേതാവിനെ കൂടി തള്ളുന്നുണ്ട്. KSU പ്രവർത്തകരെ തള്ളുമ്പോൾ അല്ലെങ്കിൽ അവർ അരോചകമാണ് അവരുടെ നിലപാട് എന്ന് പറയുമ്പോൾ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ ഒരു നേതാവിന്റെ നിലപാടിനെ അല്ലെങ്കിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ആ നേതാവിന്റെ PM നിയാസിന്റെ നിലപാടെന്ന് പറയുന്നത് നമുക്ക് ഉറപ്പാണല്ലോ. അത് PM നിയാസിന്റെ അപ്പോൾ KC വേണുഗോപാൽ പക്ഷത്തെ അടക്കം തള്ളുകയാണ് ഇപ്പോൾ നിജേഷ് അരവിന്ദ് അല്ലേ? പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുകയാണല്ലേ? തീർച്ചയായും. അതായത് മുഖ്യമന്ത്രിയെ അനുകൂലിക്കുക എന്ന ഒരു നിലപാട് പരസ്യമായി തന്നെ നിജേഷ് അരവിന്ദ് സ്വീകരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള ഇനിയുള്ള സമയങ്ങളിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് ഇത് തിരികൊളുത്തുമെന്ന് തീർച്ചയാണ്. കാരണം ഈ ശേഷാദ്രിനാഥന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് KPCCയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇതുവരെയും പരസ്യമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. സർക്കാർ എടുത്ത നിലപാട് എന്ന തരത്തിലാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ KPCC അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് പരാതി നൽകിയപ്പോഴും പരസ്യമായ ഒരു നിലപാട് പാർട്ടി നേതൃത്വം പുറത്തോട്ട് പറഞ്ഞിരുന്നില്ല. ഏതായാലും അതിനുൾപ്പെടെ ആ നിലപാടിന് എന്താണ് ഈ കോൺഗ്രസിന്റെ നിലപാട് എന്നത് കൃത്യമായി പരസ്യമായി പുറത്തു വരാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പരസ്യ വിമർശനവുമായി DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് രംഗത്തെത്തിയിരിക്കുന്നത്. അത് ഈ വിവാദം ഉയർത്തി വന്ന ആളുകളെ പോലും അല്ലെങ്കിൽ ആ വിവാദം ഉയർത്തി വന്ന കോൺഗ്രസ് നേതാക്കളെ പോലും വിമർശിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ്
എന്നാണ് ഈ നിതേഷ് അരവിന്ദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അത് ഇനി വരും സമയങ്ങളിൽ ഏത് രീതിയിലാണ് കോൺഗ്രസിനുള്ളിൽ പുതിയ പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തുക എന്നാണ് നോക്കിക്കാണേണ്ടത്. ശരി, നമുക്ക് നോക്കാം. പരസ്യമായി വിമർശനം ഉന്നയിച്ചിരിക്കുന്നു ഇപ്പോൾ കെ എസ് യുവിനെതിരെ നിതേഷ് അരവിന്ദ്, കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ്. കെ എസ് യു നേതാക്കളുടെയൊക്കെ ഈ വാചകങ്ങൾ, ഈ പ്രവർത്തികൾ അരോചകമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അലോഷ്യസ് സേവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ അരോചകമാണെന്ന് പറയുകയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് നിതേഷ് അരവിന്ദ്. അങ്ങനെയാണോ? നിങ്ങൾ അരോചകമായ കാര്യമാണോ നിങ്ങൾ ഉയർത്തിയത്? ഏതായാലും നിങ്ങളുടെ നേതാക്കൾ തന്നെ നിങ്ങളെ ചോദ്യം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ ഒരു വിലയുമില്ലെന്നാണ് ഇതിൽ നിന്നൊക്കെ പൊതുസമൂഹം മനസ്സിലാക്കിയെടുക്കേണ്ടത്. കഷ്ടം തന്നെയാണ് കാര്യങ്ങൾ.